ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വേൾ വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഹിമാചൽ പ്രദേശിലെ മണാലിക്ക് സമീപമുള്ള വസിഷ്ഠ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ജോഗിനി വാട്ടർഫാൾസിലെ കാഴ്ചകളാണ് നമ്മൾ ഈ വ്ളോഗിലൂടെ കാണാൻ പോകുന്നത്. താഴ്വാരത്തു നിന്നും ആപ്പിൾ തോട്ടങ്ങളുടെ ഇടയിലൂടെയും പൈൻ മരങ്ങൾക്കിടയിലൂടെയും ചെറിയ ഇടകലർന്ന പാറകളും ചെറിയ ചെറിയ വഴികളിലൂടെയെല്ലാം ഏകദേശം 4 കിലോമീറ്റർ ട്രക്കിംഗ് നടത്തിയാണ് സുന്ദരമായ ഈ ജോഗിനി വാട്ടർഫാൾസിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത്. ഏഴായിരത്തി 850 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന ഈ മനോഹരമായ വെള്ളച്ചാട്ടം കുളു താഴ്വരയിലെ ബിയാസ് നദിയിലേക്ക് ഒഴുകുന്നു. പ്രകൃതി സൗന്ദര്യത്തിനു മാത്രമല്ല, മതപരമായ പ്രാധാന്യത്തിനും പേരുകേട്ട സ്ഥലമാണിത്. ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഇന്ദ്രദേവന്റെ മകളായ ജോഗിനി ദേവിയുടെ പേരിലാണ് ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത്. ആ വാട്ടർഫാൾസിന്റെ താഴെ നിന്ന് നമ്മൾ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് അത്ര ഉയരത്തിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ താഴേക്ക് വീഴുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷം തോന്നും. കാരണം നമ്മൾ ഒരുപാട് നേരത്തെ ഏകദേശം 4 കിലോമീറ്ററോളം ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാഴ്ച ഇവിടെ വന്നപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെള്ളം അത്ര ഉയരത്തിൽ നിന്ന് ഇങ്ങനെ കുത്തിയൊലിച്ച് താഴേക്കാണ് വീണുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ ഏകദേശം കുറച്ച് അടുത്ത് വരെയൊക്കെ പോകാൻ പറ്റും. ഇപ്പോൾ അവിടെ കുറെ ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടേക്ക് മണാലിയിൽ വരുന്ന ഒരുപാട് ആളുകൾ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരുപാട് പേര് ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴെയായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴെ വന്നു നിന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മൾ ചെല്ലുന്ന സമയത്ത് കുറെ വിദേശികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ആ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇരുന്ന് ധ്യാനിച്ചിരിക്കുന്നത് കാണാൻ പറ്റി. കുറെ ആളുകൾ അവിടെ അതിന്റെ താഴത്ത് ധ്യാനിച്ചിരിക്കുന്നുണ്ട്. വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ആ വെള്ളച്ചാട്ടം കാണുന്നവരുടെ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു പട്ടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആള് ആരും ഉപദ്രവിക്കുന്നൊന്നുമില്ല, ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. പിന്നെ ഈ വെള്ളമൊക്കെ വീണ് ഇങ്ങനെ തെറിച്ച് അതിന്റെ ഒരു ജലഗണങ്ങൾ മൊത്തം അവിടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും സന്തോഷം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഉയരത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ വെള്ളത്തിന്റെ ഒരു താഴെ നിന്നിട്ട് നമ്മൾ ആ വെള്ളം കാണുമ്പോൾ കണ്ടില്ല, ആ വെള്ളം കാണുന്നതിന് ഒരു പ്രത്യേക ഭംഗിയിലാണ്. ഇങ്ങനെ നിറഞ്ഞ് പറഞ്ഞ് ഭയങ്കര രസമാണ് ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് എന്നടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റായി രേഖപ്പെടുത്തുക. ആ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം വീഴുന്നതിന്റെ പുറകുവശത്ത് ചെന്ന് നിൽക്കുന്നതിന് പോകുന്നതിനുള്ള ചെറിയൊരു വഴിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നിന്നിട്ടുള്ള വിഷ്വലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുതായിട്ട് നടന്നു പോകാനേ പറ്റുള്ളൂ. പക്ഷെ അവിടെ വെള്ളമൊക്കെ വീണ് കുറച്ച് വഴുതിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അങ്ങടേക്ക് പോകുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന സമയത്ത് നമ്മുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. വെള്ളം ഒരുപാട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ നിൽക്കുമ്പോൾ ആ വെള്ളത്തിന്റെ ശബ്ദവും ആ വെള്ളത്തിന്റെ ആ ഒരു ഫോഴ്സ് ഒക്കെ നമുക്ക് ശരിക്കും ഇവിടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ ആ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള മലകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. വെള്ളം ഇങ്ങനെ മോളിൽ നിന്ന് ശരിക്കും പതഞ്ഞിങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു വ്യൂ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇവിടെ നിന്ന് കാണുന്ന കാഴ്ച വളരെ മനോഹരമാണ്. നമ്മളപ്പോൾ അവിടെ നിന്ന് ഫ്രണ്ടിലായിരുന്നു നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു വ്യൂ കാണുന്നതിന് വേണ്ടി ശരിക്കും നടന്നു വരിക എന്ന് പറയുന്നത് നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഈ കാഴ്ച കണ്ടപ്പോൾ ശരിക്കും വളരെ സന്തോഷം തോന്നി. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ നിന്നിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്.
ഈ മുകളിൽ നിന്ന് വെള്ളം വന്ന് താഴെ വീഴുന്ന സ്ഥലം എന്ന് പറയുന്നത് ചെറിയൊരു കുളം പോലെയാണ്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. ആ ഒഴുകി പോകുന്ന വെള്ളത്തിന്റെ കൂടെയാണ് നമ്മളിപ്പോൾ ഈ ക്യാമറ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വെള്ളം നമുക്ക് സൂക്ഷിച്ചു നോക്കിയറിയാം, നല്ല തെളിനീര് പോലത്തെ ഭയങ്കര ശുദ്ധമായ നല്ല രസമുള്ള വെള്ളമാണ് അത്. നമുക്ക് കുളിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവിടെ കുളിക്കാൻ കുഴപ്പമൊന്നുമില്ല. നല്ല ഐസ് പോലത്തെ വെള്ളമാണ്, അത്രയ്ക്ക് തണുപ്പാണ് ആ വെള്ളത്തിന്. പിന്നെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ വലിയ ആഴമൊന്നും കണ്ടൊന്നുമില്ല, കാരണം വെള്ളം വളരെ കുറവായിരുന്നു. ആ വെള്ളം തെറിക്കുന്നതിലും മഴവില്ല് കാണാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിയാൽ വിഷ്വലിൽ നമുക്ക് കാണാൻ സാധിക്കും. വളരെ തെളിഞ്ഞ് വളരെ കണ്ണീര് പോലത്തെ വെള്ളം എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു വെള്ളമാണ്. നമുക്ക് ആ വെള്ളം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് മുകളിൽ നിന്ന് വീണ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നതൊക്കെ കണ്ടായിരുന്നു. ശുദ്ധമായിട്ടുള്ള വെള്ളം തന്നെയാണ്, കാരണം മുകളിൽ നിന്ന് ഒഴുകി തന്നെ വെള്ളമല്ല. ഒരുപാട് പേര് വെള്ളം ശേഖരിക്കുന്നു, കുപ്പിയിലാക്കി ശേഖരിക്കുകയും താഴേക്ക് മലയിറങ്ങുന്ന സമയത്ത് കുടിക്കാനൊക്കെ ഈ വെള്ളം തന്നെയാണ് ശേഖരിക്കുന്നത് കണ്ടത്. ഈ വെള്ളച്ചാട്ടം നമ്മൾ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും കാണാൻ ഭയങ്കര മനോഹരമാണ്. അതുപോലെ തന്നെ ആ മലയുടെ ഉയരം നോക്കി, അത്രയും വലിയ മലയുടെ മുകളിൽ നിന്ന് 7850 അടി ഉയരത്തിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കും പിന്നെ മല കുറേയും കൂടി മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് ആ വെള്ളച്ചാട്ടം നോക്കി കാണുന്ന സമയത്ത് നമ്മൾ ആ മലയാണ് അത്രയും വലിപ്പത്തിൽ കാണുന്നത്, അതിന്റെ മുകളിൽ നിന്നാണ് വെള്ളച്ചാട്ടം വീഴുന്നത്. ആ ഒരു ഫീല്, നമ്മൾ ആ കാഴ്ചയുടെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ അവിടെ ചെന്ന് നിന്ന് അത് നമ്മൾ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു, ഞാനീ പറയുന്നത് എത്രത്തോളം കാണുന്നവർക്ക് കിട്ടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ വെള്ളച്ചാട്ടത്തിന്റെ താഴെ നിന്നിട്ട്, തൊട്ട് താഴെ നിന്ന് നമ്മൾ ആ വെള്ളച്ചാട്ടവും ആ മലയുടെ വലിപ്പം എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ ഒരു, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലാണ്. അത് ശരിക്കും നമ്മൾ അവിടെ ചെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വെൽ വ്ളോഗ്സ്. താങ്ക് യു.